പ്രേതങ്ങളെ തേടി നടന്ന യുവാവ് ഒരു നാൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുക. സംഭവം നടന്നത് വേറെ എവിടെയുമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. ഇരുട്ടിൻ്റെ രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു യാത്രയായിരുന്നു ഗൗരവ് തിവാരി എന്ന ചെറുപ്പക്കാരൻ്റെ തന്നെ ജീവിതം. പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉത്തരം തേടി അലഞ്ഞവർ നിരവധിയാണ്. ഇക്കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന ഒരു പേരാണ് ഗൗരവിൻ്റേത്. ലോകത്ത് പ്രേത സാന്നിധ്യം ഉണ്ടെന്ന് പ്രചരിപ്പിച്ചിടത്തൊക്കെ ധൈര്യപൂർവ്വം എത്തിയ ഗൗരവ് വാർത്തകളിൽ നിറഞ്ഞത് നിരവധി തവണയാണ്. പലയിടത്തെയും അന്ധവിശ്വാസത്തിൻ്റെ പൊള്ളത്തരങ്ങൾ ഈ യുവാവ് ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. 2009 അയാൾ ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റി തന്നെ സ്ഥാപിച്ചിരുന്നു. ഒടുവിൽ ദുരൂഹതകൾ മാത്രം ബാക്കി വെച്ച് ഒരു നാൾ യാത്രയായപ്പോൾ മരണകാരണം എന്താണെന്ന ചോദ്യചിഹ്നം മാത്രം ബാക്കിയായി. ഇന്ത്യയുടെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഗൗരവ് തിവാരിയെ 2016 32-ാം വയസ്സിൽ ദ്വാരകയിലെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വന്തം ഫ്ലാറ്റിനുള്ളിൽ കുളിമുറിയിൽ മരിച്ച നിലയിലാണ് ഗൗരവിനെ കണ്ടത്. ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കുമൊപ്പമാണ് അവിടെ ഗൗരവ് താമസിച്ചിരുന്നത്. കുളിമുറിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ട് ഓടിച്ചെന്നപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഗൗരവിനെ കണ്ടു എന്നാണ് ഭാര്യ പോലീസിന് മൊഴി നൽകിയത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വീണ്ടും ഗൗരവിൻ്റെ മൊബൈൽ ഫോണും പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും മരണകാരണം കണ്ടെത്താൻ ആയില്ല. ശ്വാസം മുട്ടി മരണമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. എന്നാൽ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അമേരിക്കയിൽ പഠനശേഷം കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്ത് ഇഷ്ടജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു ഗൗരവ് തിവാരി. പ്രേതബാധയുണ്ടെന്ന് പരക്കെ പറഞ്ഞിരുന്ന ഒരു വീട്ടിലേക്ക് താമസം മാറിയതോടെയാണ് കൊമേഴ്സ്യൽ പൈലറ്റ് എന്ന കരിയറിൽ നിന്നും ഗൗരവ് പിന്തിരിയാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. ജോലി വിട്ട ശേഷം പാരാനോർമൽ വിഷയങ്ങളിൽ പഠനം നടത്തിയ ഗൗരവ് ഇന്ത്യയിൽ നിന്നുള്ള സർട്ടിഫൈഡ് പാരാനോർമൽ അന്വേഷകനും പാരാ നെക്സസ് പ്രതിനിധിയുമായിരുന്നു. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഗൗരവ് വിവാഹിതനായത്. ഏതോ വിപരീത ശക്തി തന്നെ അതിലേക്ക് നയിക്കുന്നുവെന്നും പിന്തിരിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ലെന്നും ഗൗരവ് ഭാര്യയോട് പറഞ്ഞിരുന്നു. എന്നാൽ ജോലിയിലുള്ള അമിത ഭാരമോ സമ്മർദ്ദമോ മൂലം അയാൾ പറഞ്ഞതാകാമെന്ന് കരുതി ഭാര്യ അത് കാര്യമാക്കിയിരുന്നില്ല. പ്രേതബാധയുള്ളതെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെ രാത്രി തങ്ങുകയുമൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന വിനോദം. ഇന്ത്യയിലും വിദേശത്തുമടക്കം ഇത്തരം സ്ഥലങ്ങൾ ഗൗരവ് സന്ദർശിച്ചിട്ടുണ്ട്. ഈ യാത്രകൾ വിഷയമായ TV പരിപാടികൾക്കും പ്രേക്ഷകർ കൂടുതലായിരുന്നു. ബൂത്ത് ആയ ഫിയർ ഫയൽസ് തുടങ്ങിയ TV പരിപാടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. 16 ഡിസംബർ, ടാങ്കോ ചാർലി എന്നീ സിനിമകളിലും ഗൗരവ് അഭിനയിച്ചിട്ടുണ്ട്. പ്രേതബാധയുണ്ടെന്ന് പറയുന്ന 6000-ഓളം സ്ഥലങ്ങൾ ഗൗരവ് സന്ദർശിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് കാണാൻ കഴിയുന്നത്. തിവാരിയുടെ മൃതദേഹത്തിൽ കഴുത്തിന് ചുറ്റും കറുത്ത പാട് കണ്ടിരുന്നു. ഏതോ അദൃശ്യ ശക്തികൾ തിവാരിയുടെ മരണത്തിന് പിന്നിലുണ്ടെന്ന് ഇന്നും വിശ്വസിക്കുന്നവർ നിരവധിയാണ്. തീർച്ചയായും അങ്ങനെ വിശ്വസിക്കുന്നവരെ കുറ്റം പറയാനോ ആർക്കും പരിഹസിക്കാനോ കഴിയില്ല. കാരണം അനുഭവങ്ങൾ കാണിച്ചു തരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ.